ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദ ഗൗതമിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം നന്മയാണെന്ന് അറിയാതെ എല്ലാവരും ഗൗതത്തെയും അതുപോലെ നന്ദയെയും തമ്മിൽ തല്ലിക്കാനും അല്ലെങ്കിൽ ഗൗതത്തിൻ്റെ ജീവിതത്തിൽ നിന്നും നന്ദയെ അടിച്ചിറക്കാൻ കിട്ടിയ ഒരു അവസരത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ ഗൗതം ഈ സത്യങ്ങളൊന്നും പറയാതെ നേരെ നന്ദയ്ക്കരികിലേക്ക് പോവുകയും നന്ദയെ വിളിച്ച് ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ നിർത്തി നന്ദയുടെ കേൾക്കെ തന്നെ എല്ലാവരോടും സത്യങ്ങൾ പറയുകയും ചെയ്തു. അപ്പം അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതുവരെ വലിയ അഹങ്കരിച്ചിരുന്ന ആളാണല്ലോ പിങ്കിയും ആകെ തകർന്നു പോയി. ഒരിക്കലും ഇങ്ങനൊരു ട്വിസ്റ്റ് പിങ്കിയും ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എന്തായാലും പിങ്കി ഗൗതത്തിനെ തൻ്റെ മനസ്സിൽ വീണ്ടും പ്രതിഷ്ഠിക്കാം അല്ലെങ്കിൽ വീണ്ടും പ്രണയിച്ച് തുടങ്ങാം എന്നൊക്കെയുള്ള ഒരു ധാരണയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗൗതം നന്ദയെ വിളിക്കാനായിട്ട് റൂമിലേക്ക് ചെന്നു. റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് നന്ദ വരുന്നില്ലെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കിയിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇനി നിന്നെ വിളിക്കാൻ വരില്ല, നിൻ്റെ അരികിലേക്ക് ഞാൻ വരില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ നന്ദ വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. ഗൗതം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഗൗതം തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യ തലേണയൊക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ തൊട്ട് പിറകിൽ വന്നിങ്ങനെ നിൽക്കുന്നതാണ്. അതെല്ലാം അപ്പുറം മാറി നിന്ന് നമ്മുടെ പിങ്കി കാണുന്നുണ്ട്. പിങ്കി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതത്തിന് കുറച്ചൊരാശ്വാസമായി. അതുപോലെ തന്നെ നന്ദയ്ക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഗൗതം മുന്നേ അങ്ങ് പോയി. ഇത്രയേ ഉള്ളൂ കാര്യമല്ലേ എന്നുള്ളൊരിതിൽ ഒരു കള്ളച്ചിരിയോടുകൂടി ഗൗതം നടന്നങ്ങ് പോയി. ഗൗതം നടന്നു പോയ പിന്നാലെ നമ്മുടെ നന്ദയും ഈ തലേണയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പിന്നാലെ പോവാം. അപ്പോഴാണ് പിങ്കി അവിടെ നിൽക്കുന്നത് കാണുന്നത്. പിങ്കി ഇങ്ങനെ തിരിഞ്ഞൊരു നോട്ടമൊക്കെ നോക്കി, നീ കണ്ടോടി എന്നുള്ളൊരു രീതിയിൽ. അത് കണ്ടപ്പോൾ പിങ്കിക്ക് സഹിക്കണില്ല. പിങ്കി ആണെങ്കിൽ ഇങ്ങനെ കണ്ണും തുറച്ച് പിടിച്ച് നോക്കിക്കൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക. എന്തായാലും നന്ദ ഈ സമയത്ത് ഗൗതമിൻ്റെ റൂമിൽ കയറി പിങ്കിയുടെ മുന്നിൽ വെച്ച് തന്നെ ആ വാതിൽ അങ്ങോട്ട് അടച്ചു. വാതിൽ അടയ്ക്കുന്നതെല്ലാം പിങ്കി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണേ. അത് കഴിഞ്ഞിട്ട് പിങ്കി ഇങ്ങനെ നിരാശയോടുകൂടി മുറിയിലേക്ക് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ റൂമിൽ ചെന്ന് കഴിഞ്ഞ് നന്ദ ഇങ്ങനെ വലിയ മസിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗൗതം ചോദിച്ചു, എന്താ തനിക്ക് പറ്റിയത്, താൻ എന്തിനാ ഇത്രയ്ക്ക് മസിൽ പിടിക്കുന്നതെന്ന് ചോദിച്ചു. സാറിന് വേണ്ടി ഇത്രയും നല്ലൊരു കാര്യം ചെയ്തിട്ട് സാറിന് എന്നോടൊരു സ്നേഹമില്ലല്ലോ, സാറിന് എന്നെ ഒരു ബീച്ചുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്ന സമയം നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്നോട് എനിക്ക് സ്നേഹമുള്ളത് കൊണ്ടല്ലേ നിന്നെ ഞാനിപ്പോൾ വിളിച്ചുകൊണ്ട് വന്നത്. എന്തായാലും നീ എനിക്ക് വേണ്ടി ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല നന്ദ. ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് നിന്നോട്. നീ കാരണം എൻ്റെ ലൈഫ്, എൻ്റെ കരിയർ, അങ്ങനെ എല്ലാം എനിക്ക് തിരിച്ചു കിട്ടി എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം അതൊക്കെ എൻ്റെ ധർമ്മമാണെന്നും സാർ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യുപകാരമായിട്ടാണ് ഞാനത് ചെയ്തത്, അല്ലാതെ സാർ അതിനെ വേറെ ഒന്നും കണ്ട് വ്യാഖ്യാനിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഞാനത് വ്യാഖ്യാനിക്കാൻ, ഞാനെന്ത് ചിന്തിക്കാൻ, ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല. ഇനി നീയായിട്ടൊന്നും ചിന്തിക്കാതിരുന്നാൽ മതിയെന്നും പറഞ്ഞു ഗൗതം അങ്ങനെയും കൂടെ നമ്മുടെ നന്ദയോട് പറയുക. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ രസകരമായിട്ടുള്ള രീതിയിൽ നടക്കണം. ഇവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് രസകരമായ വഴക്ക്, രസകരമായ ആ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ഒരു കൊച്ചു പ്രണയം, എന്താ പറയുക, അങ്ങനെയൊക്കെ ചില ആ ഒരു ട്വിസ്റ്റുകളോടുകൂടി നിറഞ്ഞാണല്ലോ ഇവരുടെ വർത്തമാനങ്ങളും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ആ ഒരു ഇതെല്ലാം അങ്ങ് മാറി. അത് കഴിഞ്ഞിട്ട് നന്ദയ്ക്ക് ബെഡേൽ കിടക്കാൻ മടി. അപ്പോഴേക്കും ഗൗതം കയറി കിടക്കാൻ പറഞ്ഞു. പിന്നെ നന്ദ കിടക്കുകയില്ല. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പറയില്ലെന്ന് പറഞ്ഞു ഗൗതം പറയുന്നു. അപ്പോഴേക്കും നന്ദ കയറി കിടക്കുന്നു. അങ്ങനെയൊക്കെയുള്ള രസകരമായ രീതിയിൽ അതങ്ങ് കഴിഞ്ഞു കേട്ടോ. പിറ്റേ ദിവസമായി നമ്മുടെ ഗൗതത്തിന് ഫുഡ് കഴിക്കണം. രാവിലെ ഫുഡ് കഴിക്കാൻ നേരത്ത് അവിടെ ആരെയും കണ്ടില്ല. അപ്പോൾ എനിക്കിതൊന്ന് എടുത്തു തരൂ ആരെങ്കിലും എന്ന് ഗൗതം ചോദിച്ചു. പെട്ടെന്നാണ് പിങ്കി എവിടുന്ന് എങ്ങനെയാ പറന്നു വന്നതെന്നൊന്നും അറിയത്തില്ല. ഗൗതം എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നതെന്നൊക്കെ കാണാനും കേൾക്കാനുമായിട്ട് ഇങ്ങനെ ചെവിയോർത്തിരിക്കുന്ന പിങ്കി ഇത് കേട്ടു പറന്നു വന്നു. പിങ്കി ആണെങ്കിലും വന്ന് ഈ എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഫുഡ് വേണമെന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന ബ്രെഡിൽ കുറച്ച് ജാമൊക്കെ എടുത്ത് പുരട്ടി കൊടുക്കുവാണ്. ഇങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതത്തിനുള്ള ഫുഡുമായിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ നന്ദ വരുന്നത്. നന്ദ വരുമ്പോൾ കാണുന്നത് പിങ്കി ഫുഡ് എടുത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ജാമ് പുരട്ടി അത് പ്ലേറ്റിലേക്ക് വെക്കാൻ തുടങ്ങിയപ്പോഴേക്കും നന്ദ വന്ന് പിങ്കിയുടെ കൈക്ക് കയറി പിടിച്ചു. അപ്പോഴേക്കും ഗൗതം ഇങ്ങനെ രണ്ടുപേരെയും മാറി നോക്കിയത് എന്താ സംഭവം, കഴിക്കാൻ പോലും സമ്മതിക്കത്തില്ലേ എന്നുള്ളൊരിതിൽ. അപ്പോൾ എന്താ നന്ദ, ഞാൻ ഗൗതത്തിന് ഫുഡ് കൊടുക്കുന്നതിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോൾ ഗൗതം സാറിൻ്റെ ഭാര്യയായി ഞാനിവിടെ നിൽക്കുമ്പോൾ പിങ്കി അത് കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ഗൗതം ആദ്യം എന്നോടാണ് പറഞ്ഞത്, എന്നെയാണ് വിളിച്ചത്, അപ്പോൾ ഞാനാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. സാറിൻ്റെ ഭാര്യ ഞാനാണ്. പിങ്കിയെ ഒരിക്കലും ഗൗതം സാറ് പേരെടുത്ത് വിളിച്ചിട്ടില്ല, പിന്നെ എന്തിനാ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ലോകയടി. അങ്ങനെ രണ്ടുപേരുടെയും കയ്യിൽ ഓരോ ബ്രെഡും ഉണ്ട്. നടുക്ക് നമ്മുടെ ഗൗതം ഇരിപ്പുണ്ട്. ഇവർ രണ്ടുപേരും പൂക്കുറ്റിയാടി. ഇതും കണ്ട് എനിക്കിനി നിങ്ങളുടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു നമ്മുടെ ഗൗതം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. എത്രത്തോളം ഒരു മനുഷ്യൻ സഹിക്കുന്നത്.
പിങ്കിയെ കൊണ്ട് ഒരു രക്ഷയില്ല. പക്ഷെ പിങ്കിയുടെ മുന്നിൽ അറുത്ത് മുറിച്ചൊന്നും പറയാനായിട്ടും ഗൗതത്തിന് കഴിയുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ ഗൗതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ വാർത്ത, അതായത് ഗൗതത്തിന് ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി ഇവളുമാർ രണ്ടുപേരും കൂടെ അടിയായിരുന്നു എന്നുള്ള വാർത്ത ആ തറവാട്ടിൽ മുഴുവൻ ഫ്ലാഷായി. അതിൽ പിങ്കിയുടെ കൂടെ കൂടാനാണ് എല്ലാവരും. അതായത് ഗൗതത്തിന് പിങ്കി ഇച്ചിരി ഫുഡ് എടുത്ത് കൊടുത്താൽ എന്താ കുഴപ്പം, അതിന് എന്തിനാണ് നന്ദ തടയുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇത് കേട്ടപ്പോൾ നമ്മുടെ ലക്ഷ്മി മാത്രമാണ് നന്ദയുടെ ഭാഗം നിന്നുള്ളൂ. അത് അന്നും ഇന്നും എന്നും അങ്ങനെ ഉള്ളൂ. ലക്ഷ്മി പറഞ്ഞു, നന്ദ ഇവിടെ ഉള്ളപ്പോൾ ഒരു കാരണവശാലും പിങ്കിക്ക് അതിൽ ഇടപെടേണ്ട കാര്യമില്ല. നന്ദയുടെ ഭർത്താവായ ഗൗതത്തിന് നന്ദ തന്നെ ഫുഡ് എടുത്ത് കൊടുത്തോളും. അതിലിപ്പോൾ പിങ്കി ഇപ്പോൾ ഇടപെടേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും മഹി വന്നിട്ട് ചോദിച്ചു, അനിയൻ്റെ ഭാര്യ ചേട്ടന് കുറച്ച് ഫുഡ് എടുത്ത് വിളമ്പി കൊടുത്തു എന്ന് ഓർത്തിപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ, അനിയൻ്റെ ഭാര്യയാണ് താനെന്നുള്ളൊരു ചിന്ത അത് പിങ്കിക്കും കൂടി ഉണ്ടാകേണ്ടത് നല്ലതല്ലേ എന്ന് ചോദിച്ചു. എന്താടി നീ പറഞ്ഞത്? എന്താ ലക്ഷ്മി, നിനക്കെന്താ ഇപ്പോൾ ഒന്നും മനസ്സിലാകാതെ ആയോ? നീ എന്താ ഈ മര്യാദ കേട്ട വർത്തമാനം പറയുന്നതെന്നൊക്കെ ചോദിച്ചു മഹി ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ലക്ഷ്മിയെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ഈ നിൽക്കുന്ന പിങ്കിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നിങ്ങൾക്കാർക്കും മനസ്സിലായില്ലെങ്കിലും അല്ലേ പിങ്കി എന്ന് ലക്ഷ്മി ഇങ്ങനെ ചോദിച്ചേ. അപ്പോൾ ലക്ഷ്മി ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പിങ്കിയുടെ ഭാവമൊക്കെ അങ്ങ് മാറി. പിങ്കി ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പിങ്കിയോട് ലക്ഷ്മി പറഞ്ഞു, നന്ദ ഇവിടെ ഗൗതത്തിൻ്റെ ഭാര്യയായി ഉള്ളിടത്തോളം കാലം ഗൗതത്തിൻ്റെ യാതൊരു കാര്യവും പിങ്കി ഇടപെട്ട് ചെയ്തു കൊടുക്കണ്ട. അതിനുള്ള യോഗ്യതയും അർഹതയുമില്ല. നിന്റെ ഭർത്താവ് തിരിച്ചെത്തുന്നത് വരെ നീ നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തിരിച്ചു വരാൻ വേണ്ടി അതിനുവേണ്ടി നോമ്പ് നോറ്റിരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഗൗതത്തിനെ പരിചരിക്കലല്ല നിന്റെ പണിയെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി നല്ല 4 വർത്തമാനം അങ്ങ് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴേക്കും അവിടെ ബാക്കിയുള്ള പൂതനകൾക്കൊക്കെ അതങ്ങ് സുഖിച്ചില്ല. അവരെന്നിട്ട് നമ്മുടെ ലക്ഷ്മിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു, ഞാൻ സംസാരിച്ചത് പിങ്കിയോടാണ്. നിങ്ങൾ ആരും അതിൽ ഇടപെടേണ്ട കാര്യമില്ല. എൻ്റെ മകനെ സംബന്ധിക്കുന്ന കാര്യം ഞാനല്ലാതെ മറ്റാരും ഇല്ല സംസാരിക്കാനായിട്ട്. അതുകൊണ്ട് എൻ്റെ നേരെ വിരൽ ചൂണ്ടരുത്. അത് മഹിയേട്ടനായാലും ആരായാലും എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ തൻ്റെ നിലപാട് അല്ലെങ്കിൽ തൻ്റെ തീരുമാനം വ്യക്തമാക്കി നമ്മുടെ ലക്ഷ്മി. അപ്പോൾ മല പോലെ വന്നത് എലി പോലെ ആയി പോയി എന്നുള്ളൊരു ഇതിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ, ആരും തന്നെ മിസ് ചെയ്ത് കളയരുതേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.